ഉറപ്പായിട്ട് വിടാൻ സാധ്യതയുണ്ട്. കാരണം ഈ പടം ഒന്നുമില്ല. നമ്മൾ മലയാളം പടം കണ്ട ഒരു ഫീലല്ല, നല്ലൊരു ക്വാളിറ്റി ഉണ്ട് പടത്തിൽ. സ്ക്രിപ്റ്റ് വൈസ് കുറച്ച് വീക്കാണ്, പക്ഷേ പിള്ളേർക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു എഴിച്ചിലാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് പൊളി. ഫാൻസാര് ലാലേട്ടനെ മുണ്ടോടക്കി കുത്ത് മീശ വിരിച്ചും പോലെ പോരുത്. ഇത് പക്ക, അതായത് നമ്മൾ പടം വളരെ നിരാശയാണ്, വളരെ മോശമാണ്. അതായത് ലാലേട്ടൻ്റെ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, നോവൽ പോലെ എടുത്ത് വെച്ചിരിക്കുന്നത്. 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പടം ഇറങ്ങിപ്പോകും. ഇല്ല, ഒരിക്കലും പോകില്ല. കാരണം മാർക്കോ തന്നെയാണ് നിൽക്കുന്നത്. ഇത് പടം എന്തായാലും വീഴും, ഉറപ്പായിട്ട് വിടാൻ സാധ്യതയുണ്ട്. കാരണം ഈ പടം ഒന്നുമില്ല, വിടാൻ സാധ്യതയുണ്ട്. വീഡിയോയാണ് ഈ പടത്തിൻ്റെ മെയിൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫാക്ടർ. ആ ഒരു നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റിയാണ് സിനിമ, നല്ല രസമുണ്ട്. നമ്മൾ മലയാളം പടം കണ്ട ഒരു ഫീലല്ല, നല്ലൊരു ക്വാളിറ്റി ഉണ്ട് പടത്തിൽ. കുഴപ്പമില്ല ബ്രോ, ടെക്നിക്കലി അടിപൊളിയാണ്. സ്ക്രിപ്റ്റ് വൈസ് കുറച്ച് വീക്കാണ്, പക്ഷേ പിള്ളേർക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു എഴിച്ചിലാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് പൊളി, അടിപൊളി. പടം കുഴപ്പമില്ല, ഡീസൻറ്റ് ഫിലിമാണ്. പക്ഷേ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ ഒന്നും അത്ര ഹുക്കിംഗ് അല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ വർക്കൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആണ്. ഒരു മോണിമെൻ്റൽ എഫേർട്ടാണ് ഫ്രം മോഹൻലാൽ ആസ് എ ഡയറക്ടർ. പക്ഷേ പടം കുറച്ചും കൂടെ എൻഗേജിങ് ആവായിരുന്നു. പിന്നെ ഈ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ ആ ഒരു വൈബൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം വർക്കായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ 3D വർക്കാണെങ്കിലും പ്രൊഡക്ഷനൊക്കെ ഭയങ്കര അമേസിംഗ് ആണ്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷേ സ്ക്രീൻ പ്ലേ അത്ര ഹുക്കിംഗ് അല്ല. കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്നൊരു പടം. ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ട്. എല്ലാവരും ലാലേട്ടൻ പറഞ്ഞ പോലെ പിള്ളേർക്ക് വേണ്ടിയുള്ള പടമാണ്. ഫാൻസാര് ലാലേട്ടനെ മുണ്ടോടക്കി കുത്ത് മീശ വിരിച്ചും പോലെ പോരുത്. ഇത് പക്ക, അതായത് നമ്മൾ പണ്ട് നമുക്ക് മൈഡിയർ കുട്ടിച്ചാത്ത കണ്ടപ്പോൾ എങ്ങനെ ഫീൽ ചെയ്ത് ആ രീതിയിലാണ്. 3D പക്ക 3D ആയിട്ട് എടുത്തേക്കാണ്. അല്ലാതെ നമ്മൾ 2D ആക്കിയിട്ട് പിന്നെ റെൻഡർ ചെയ്ത് 3D ആക്കിയതല്ല. വിഷ്വൽ ട്രീറ്റ് ഉണ്ട് നല്ല. മോസ്റ്റ്ലി എനിക്കൊന്ന് പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഇപ്പോൾ വലിയവർക്ക് ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ പറയില്ല, ഇപ്പോൾ ക്രിസ്മസ് അവധി ദിവസമാണ്, മാർക്കോയ്ക്ക് എന്തായാലും പിള്ളേർക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം പ്രോബബ്ലി ഫാമിലി ഓഡിയൻസ് പിള്ളേർക്കൊക്കെ അറിയാൻ കൊടുത്ത പൈസയ്ക്ക് എനിക്ക് വെർത്തായിട്ട് തോന്നി. നല്ല 3D അല്ലായിരുന്നു, നല്ല സ്റ്റോറി. ലാലേട്ടൻ്റെ ഡയറക്ഷൻ അത്യാവശ്യം മോശമായില്ല. എന്നെ സംബന്ധിച്ച് ആസ് എ ഡയറക്ടർ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഈ സിനിമയിൽ വിജയിച്ചിട്ടുണ്ട്. ആസ് എ പെർഫോമറും പുള്ളി ബറോസായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമ പുള്ളിക്ക് വേണമെങ്കിൽ ഒരു വേറെ സിനിമ എടുക്കാം, എന്ന് പറഞ്ഞാൽ ഇത്രയും റിസ്ക് ഒന്നും എടുക്കേണ്ട, ആദ്യമായിട്ട് സംവിധാനം. പക്ഷേ പുള്ളി പറയുന്നുണ്ട് എന്നെ എക്സൈറ്റ് ചെയ്യിച്ച ഒരു കഥയുണ്ടെന്ന്, പിള്ളേർക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയാണ്. അതായത് ഈ സിനിമയുടെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ 389 വർഷമായിട്ട് നിധി കാക്കുന്ന ഒരു ഭൂതത്തിൻ്റെ കഥയാണ്. അത് അദ്ദേഹം ആർക്ക് വേണ്ടി നിധി കാത്തു, എന്തിനാണ്, അതാണ് സിനിമയെ പറയുന്നത്. സിനിമയിൽ ചെറിയ കുറവുകളുണ്ട്. ചെറിയ കുറവുകളെന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള കുറേ പേരെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. സിനിമയുടെ കഥയും അങ്ങനെയാണ്. അപ്പം നമുക്ക് ഒരു ഇമോഷൻസ് സിനിമ തുടങ്ങി പോകെ നമുക്ക് കിട്ടില്ല. മോഹൻലാലിൻ്റെ പെർഫോമൻസ് കിട്ടും ബാക്കി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇസ എന്ന് പറയുന്ന കുട്ടിയും ബറോസ് പാപ്പ എന്ന് പറയുന്ന ഒരു ഇമോഷനുണ്ട്, അത് നമുക്ക് കിട്ടും. പിന്നെ 3D ഏരിയസ് ഫ്ലെക്സിൻ്റെ ഗുണവും ഈ സിനിമ ഫുള്ളി 3D ഷോട്ട് ചെയ്തതിൻ്റെ ഗുണവും കിട്ടിയിട്ടുണ്ട്. കാരണം ഭയങ്കര ഇൻറ്റൻസ് ഡെപ്താണ്. മൈഡിയർ കുട്ടിച്ചാത്തൻ ഞാൻ രണ്ടാമത് റിലീസ് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. ആദ്യം റിലീസ് ഞാൻ കൊച്ചായിരുന്നു, അപ്പോഴും കണ്ടിട്ടില്ല. അപ്പോൾ അതിലും നമുക്ക് ഈ 3Dക്ക് വേണ്ടി അപ്പോഴത്തെ ഒരു ടെക്നിക്കാണ്, ഇങ്ങനെ ഒബ്ജക്ട്സ് ഒക്കെ അടുത്തോട്ട് കാണിക്കും. ഇതിലും അങ്ങനെ കുറേ സാധനമുണ്ട്, പക്ഷേ അതൊക്കെ നല്ല അടിപൊളി എഫക്റ്റ് കിട്ടും. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ട്, ഒരു പാട്ട് നമ്മൾ യൂട്യൂബിൽ കണ്ട പാട്ട്, ഗൾഫിൽ പുള്ളി ലോഞ്ച് ചെയ്ത ആ പാട്ടൊക്കെ നല്ല എഫക്റ്റാണ്. കുറേ 3D, അത് നമ്മൾ പറയില്ലേ, മലയാള സിനിമയിൽ നമ്മൾ വിദേശ സിനിമകൾ ഒരുപാട് 3D എഫക്റ്റ് കണ്ടിട്ടുണ്ട്. ഈ അടുത്തിറങ്ങിയ ARM എനിക്ക് ഇഷ്ടപ്പെട്ടു, 3D ആണ്, അത് കൺവേർട്ടഡ് 3D ആണ്. പക്ഷേ ഇത് ഫുള്ളി 3D ഷോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സിനിമയുടെ കഥ എന്ന് പറഞ്ഞൊരു ഫെയറി ടെയിലാണ്, ഒരു മുത്തശ്ശി കഥയാണ്. നമ്മൾ ഭയങ്കര സംഭവങ്ങളൊന്നും വിചാരിക്കണം. ഈ ബറോസ് പാപ്പയും ഇസയും തമ്മിലുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൽ നിധികാക്കും ഭൂതത്തിൻ്റെ ഒരു കഥ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് ശിവൻ്റെ ക്യാമറ, സന്തോഷ് രാമൻ്റെ ആർട്ട് വർക്ക്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാസ്റ്റിംഗ് ചിലവരെ ഒഴിവാക്കായിരുന്നു. നമ്മുടെ മിന്നൽ മുരളിയിലെ ഇല്ലേ, പുള്ളിയെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ആൻ്റണി പെരുമ്പോർ, അത് പുള്ളിയുടെ മോഹൻലാലിൻ്റെ കൂട്ടുകാരെയൊക്കെ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ടെക്നിക്കലി ആസ് എ ഡയറക്ടർ ഒരു ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ളൊരു പടം പുള്ളിയുടെ ഈ 40 വർഷത്തെ സിനിമാ ജീവിതത്തിൽ കുട്ടികൾക്കും ഫാമിലിക്കുമായിട്ട് വേണ്ടി അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. അത് നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അല്ല നമുക്ക് കളിയാക്കാനുള്ളതോ അല്ലെങ്കിൽ പുള്ളിയുടെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ടെക്നിക്കലി ഈ സിനിമയെ ഇങ്ങനെ കൊണ്ടുവരാൻ ഒരുപാട് പാടാണ്. അത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എഫേർട്ടാണ് പുള്ളിയുടെ. ടെക്നിക്കലി പടം നല്ല സൗണ്ടാണ്. നമ്മൾ സ്ക്രീൻ പ്ലേയിലും സ്റ്റോറിയിലും ഒക്കെ ചെറിയ ഫ്ലോസ് ഉണ്ട്. കാസ്റ്റിങ്ങിൽ അതായത് ഒരു സിനിമ എടുക്കുമ്പം പൂർണ്ണമായിട്ടുള്ള ഇതല്ല. പക്ഷേ സംവിധാനം മോഹൻലാൽ എന്ന് അവസാനം എഴുതി കാണിക്കുമ്പോഴും ആദ്യം നമുക്കൊരു രോമാഞ്ചം വരും. അവസാനം എഴുതി കാണിക്കുമ്പോൾ പുള്ളി ഇത്രയും ഒരു ക്വാളിറ്റി പടം മലയാളത്തിന് സംഭാവന ചെയ്തതിൽ നമുക്ക് അഭിമാനിക്കാം. തിയേറ്ററിൽ വന്നേ ഈ സിനിമയ്ക്ക് ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ OTTയിലോ അല്ലാതൊക്കെ കണ്ടു കഴിഞ്ഞാൽ 2D ഒക്കെ ആയിരിക്കും. 3D തന്നെ ഈ പടം കാണണം. 3D കണ്ടു കഴിഞ്ഞാൽ ആ ബറോസിൻ്റെ ലോകത്തോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അത് നല്ല വിഷ്വലി ഗ്രാൻഡ്യറായിരുന്നു.